ടെലഗ്രാം ഉൾപ്പെടെ വിവിധ ആപ്ലിക്കേഷനുകൾ വഴി കോടികളുടെ ഓൺലൈൻ തട്ടിപ്പ് നടന്നു എന്നുള്ളതാണ്. ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രം രജിസ്റ്റർ ചെയ്തത് 17 കേസുകളാണ്. കോഴിക്കോട് ജില്ലയിൽ മുഴുവൻ 300ഓളം കേസുകളുണ്ടെന്നും പോലീസ് പറയുന്നു. 25 കോടി രൂപയിലേറെ തട്ടിപ്പ് നടന്നുവെന്ന് പ്രാഥമിക കണ്ടെത്തലുമുണ്ട്. തട്ടിപ്പ് വ്യാപകമായതോടെ ഇരയാക്കപ്പെടുന്നവർക്ക് ബന്ധപ്പെടാനായി ഹെൽപ്പ് ഡെസ്ക് നമ്പർ അടക്കം അറിയിച്ചു പോലീസ്. കേസിൽ 4 പേർ അറസ്റ്റിലായിട്ടുണ്ട്. വീട്ടിലിരുന്ന് പണം സമ്പാദിക്കാമെന്ന പരസ്യവാചകത്തിലൂടെ ടെലിഗ്രാം, വാട്സ്ആപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം എന്നിങ്ങനെ വ്യത്യസ്ത ആപ്ലിക്കേഷനുകൾ വഴിയാണ് തട്ടിപ്പ്. ലിങ്കുകൾ മുഖാന്തരം വിവിധ ഇനം ടാസ്കുകൾ നൽകി പൂർത്തീകരിക്കുന്നവർക്ക് 500 രൂപ വരുമാനമായി നൽകിയാണ് തട്ടിപ്പിന് തുടക്കം. ആദ്യം പണം ലഭ്യമാകുന്നതോടെ വീണ്ടും ലിങ്ക് ലഭിക്കുന്ന ആളുകൾ ടാസ്കുകൾക്കായി തയ്യാറെടുക്കും. വൻ തുകകൾ വരെ പ്രതിഫലമായി കിട്ടിയിട്ടുണ്ടെന്ന് സന്ദേശം മുഖാന്തരം അറിയിക്കും. പണം ലഭ്യമാകാൻ നിശ്ചിത തുക അടക്കണമെന്നാകും പിന്നീട് ഡിമാൻഡ്. അങ്ങനെ പലതവണയായി 12 ലക്ഷം നൽകിയ ആലപ്പുഴ സ്വദേശിയായ വീട്ടമ്മ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മലപ്പുറം സ്വദേശികളായ ഉമർ അലി, ഷമീർ അലി, അക്ബർ, മുഹമ്മദ് ഷഹീദ് എന്നിവർ അറസ്റ്റിലായത്. മലപ്പുറം മഞ്ചേരിയിലെ ബാങ്കിൽ നിന്ന് സംഘം പണം പിൻവലിച്ചതോടെയാണ് അന്വേഷണ സംഘത്തിന് തുമ്പ് ലഭ്യമായത്. 31 ലക്ഷം രൂപയാണ് ഇവരുടെ അക്കൗണ്ടിൽ ഒറ്റ ദിവസം വിവിധ ഇടങ്ങളിൽ നിന്ന് വന്നതായി പോലീസ് കണ്ടെത്തിയത്. ഒരു വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചു, ഒരു ദിവസം ഇത്ര രൂപയ്ക്ക് ഇത്ര രൂപ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം ഇവരെന്ത് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതൊരു ടെലഗ്രാം ആപ്പിലേക്ക് പോയിട്ട് അവിടെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ആകും. എന്നാൽ ആ ഗ്രൂപ്പിൽ ഇവർ കുറച്ച് ടാസ്കുകൾ അയച്ചു കൊടുക്കും. ടാസ്കുകൾ അയച്ചു കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവർക്ക് ആദ്യം ഇപ്പോൾ ഒരു 500 രൂപ, 1000 രൂപ, 2000 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ലേഡിക്ക് തിരിച്ച് അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നീട് വീണ്ടും കൂടുതൽ ടാസ്ക് കൊടുത്തു കഴിഞ്ഞപ്പം ഇവരെന്ത് ചെയ്യുന്നത് ചോദിച്ചാൽ ടാസ്കിൽ പണം അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്, പക്ഷെ ആ പണം അക്കൗണ്ടിൽ നിന്ന് എടുക്കുന്നതിന് നിങ്ങൾ കുറച്ച് പൈസ അങ്ങോട്ട് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ പല തവണയായിട്ട് 12 ലക്ഷത്തോളം രൂപ ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ആ കയ്യിൽ നിന്ന് വാങ്ങിച്ചതിൽ ഇത് ഓരോ അക്കൗണ്ടിലേക്കാണ് ഇത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. തട്ടിപ്പിന് ഉപയോഗിക്കുന്ന ലിങ്ക് മലേഷ്യ, തായ്ലാന്റ് എന്നിങ്ങനെയുള്ള വിദേശ രാജ്യങ്ങളിൽ ഉണ്ടാക്കിയതാണെന്നാണ് സൈബർ വിദഗ്ധർ പറയുന്നത്. മലപ്പുറത്ത് നിന്ന് അറസ്റ്റിലായാൽ തന്റെ പേരിൽ അക്കൗണ്ട് എടുത്ത് വാടകയ്ക്ക് നൽകിയതായാണ് പോലീസ് പറയുന്നത്. അക്കൗണ്ടിൽ നടക്കുന്ന ഓരോ ട്രാൻസാക്ഷനും 5000 രൂപ ഇയാൾക്ക് ലഭ്യമാകും. ഇൻഫോസിസ് ജീവനക്കാരിയായ ആലപ്പുഴക്കാരിയിൽ നിന്ന് തട്ടിയെടുത്തത് 6 ലക്ഷം രൂപയാണ്. ഗോൾഡൻ അവേഴ്സ് എന്ന് പറയുന്ന സമയമുണ്ട്. അതായത് തട്ടിപ്പിൽപ്പെട്ട് കഴിഞ്ഞാൽ 1 മണിക്കൂറിനകം 1930 എന്ന് പറയുന്ന ഒരു നമ്പറിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 50% പോയ പണം തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ പ്രതിയെ അറസ്റ്റ് ചെയ്ത് ബാക്കിയുള്ള നിയമപരമായിട്ടുള്ള നടപടികളുമായിട്ട് പോകണം. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ പോലീസിന് മാത്രം എഴുതി പൈസ നമുക്ക് കോടതി കൊടുത്തിട്ട് കോടതിയിൽ നിന്ന് പിന്നെ ഇതിലെ വിക്ടിംസിന് നമുക്ക് എടുക്കാനായിട്ട്. തട്ടിപ്പ് നടന്ന് 1 മണിക്കൂറിനുള്ളിൽ 1930 എന്ന ഹെൽപ്പ് ഡെസ്ക് നമ്പറിൽ അറിയിച്ചാൽ 50% പണമെങ്കിലും തിരികെ പിടിക്കാനാകുമെന്ന് പോലീസ് പറയുന്നു. വീട്ടിലിരുന്ന് പണം സമ്പാദിക്കാമെന്ന പരസ്യവാചകത്തിനൊപ്പം കേന്ദ്ര അന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥർ, ടെലികോം അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥർ എന്നൊക്കെ പറഞ്ഞു ബന്ധപ്പെട്ടും തട്ടിപ്പുണ്ട്. നോർത്ത് പോലീസ് സ്റ്റേഷനിൽ വന്ന 17 കേസുകൾ ഉൾപ്പെടെ 100 കേസുകൾക്ക് സമാന സ്വഭാവമാണ്. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതായി കണ്ടെത്തിയെന്നൊക്കെ പറഞ്ഞാണ് ഫോൺ മുഖാന്തരം ഭീഷണിപ്പെടുത്തിയുള്ള തട്ടിപ്പ്. ആലപ്പുഴയിൽ പിടിയിലായവർക്ക് ഇടുക്കിയിൽ നടന്ന കേസുകളുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ഓൺലൈൻ പണത്തട്ടിപ്പിന് ബന്ധമുണ്ടോ എന്നും പോലീസ് പരിശോധിച്ചു വരുന്നു. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ.